എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഞാൻ ഗൗതമൻ ആറ്റിങ്കര. നമ്മളിനി പറയുന്നത് 8ാമത്തെ അവതാരം, അതായത് ബലരാമ അവതാരം. വിശ്വാമിത്രൻ്റെ ക്ഷത്രിയ രാമനെ മതപരിവർത്തനം ചെയ്ത് ബ്രാഹ്മണ രാമനാക്കി മാറ്റിയ കാര്യം നമ്മൾ കണ്ടു. അപ്പോൾ വിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരം ആക്കി മാറ്റിയ ശേഷം മറ്റൊരു ക്ഷത്രിയ സാഹിത്യകൃതിയെ ഉപയോഗിച്ച് ക്ഷത്രിയരുടെ തന്നെ ചരമഗീതം എഴുതുന്ന രീതിയാണ് ബ്രാഹ്മണർ അവലംബിച്ചത്. അങ്ങനെയാണ് ഭൈരതം എന്ന ക്ഷത്രിയ കൃതിയെ മലിനപ്പെടുത്തി വലിച്ചു നീട്ടി മഹാഭാരതം എന്ന കൃതി എഴുതിയത്. വിശ്വാമിത്രൻ്റെ ഭൈരതം ക്ഷത്രിയർക്ക് എത്രമാത്രം ആഭിജാത്യം നേടിക്കൊടുത്തോ അതിനേക്കാൾ കൂടുതൽ വെറുപ്പ് നേടിക്കൊടുക്കുന്നതായിരുന്നു ആ കൃതി ബ്രാഹ്മണരുടെ കയ്യിലൂടെ മഹാഭാരതമായി മാറിയപ്പോൾ സംഭവിച്ചത്. അപ്പോൾ വിശ്വാമിത്രൻ്റെ ഭാരതത്തിൽ 2 കഥകളാണ് ഉണ്ടായിരുന്നത്. ആദ്യ കഥ ബലരാമൻ്റെയും രണ്ടാമത്തെ കൃഷ്ണൻ്റെയും. ബ്രാഹ്മണരുമായി അടിച്ചു വരുന്ന ശേഷം ഭൈരതം എന്ന പുതിയ ദേശത്ത് ഏറ്റവും പ്രധാനമായി കൃഷിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കണം, അതായിരുന്നു ഒരു ഉദ്ദേശം. അപ്പോൾ പണ്ടത്തെ പോലെ സൈനിക സേവനമല്ല, കൃഷിയാണ് ഏറ്റവും മികച്ച തൊഴിലെന്ന് ജനങ്ങളെ മനസ്സിലാക്കിക്കാനുമാണ് ഈ കഥകൾ വിശ്വാമിത്രൻ എഴുതിയത്. ഭൈരതം എന്നതിൻ്റെ കൃതിയിൽ വിശ്വാമിത്രൻ ശിവൻ്റെ അവതാരമാക്കി ബലരാമനെ അവതരിപ്പിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. കൃഷിയുടെ സമ്പത്തിൻ്റെ, സമൃദ്ധിയുടെ, ശക്തിയുടെ, ആത്മാർപ്പണത്തിൻ്റെ ധീരയോദ്ധാവായിരുന്നു ഈ കൃഷിക്കാരനായ ബലരാമൻ അദ്ദേഹത്തിൻ്റെ ഭാരതത്തിൽ. അപ്പോൾ ശക്തനായ ഒരു നാട്ടുരാജാവായിരുന്നു ബലരാമൻ. കൃഷിയായിരുന്നു മുഖ്യ തൊഴിൽ. ശക്തനായൊരു മല്ലയോദ്ധാവും കൂടിയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവർക്കൊപ്പം പണിയായുധങ്ങളുമായി കൃഷിഭൂമിയിൽ തന്നെ സമയം ചെലവഴിച്ചിരുന്ന നായകനായിരുന്നു ബലരാമൻ. അക്കാലത്ത് കാട്ടിൽ നിന്ന് രാക്ഷസന്മാർ ഒറ്റയ്ക്കും കൂട്ടമായും വന്ന് കൃഷിയിടങ്ങളിൽ പണി ചെയ്തിരുന്ന കൃഷിക്കാരെയും അവരുടെ മൃഗങ്ങളെയും ഒക്കെ കൊല്ലുകയും ശരീരം ഭക്ഷിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല കൃഷിയെയും അവർ നശിപ്പിച്ചിരുന്നു. ഇതുമൂലം കൃഷിപ്പണിക്കാർ വിശാലമായ കൃഷിഭൂമിയിലേക്ക് പോകാൻ ഭയപ്പെട്ടിരുന്നു. ഭാരതത്തിൽ അത്തരം പ്രദേശങ്ങളിലെത്തി രാക്ഷസന്മാരെ തുരത്തി ഓടിച്ച് കർഷകരെ രക്ഷിച്ചിരുന്ന, കാർഷിക വൃത്തിയെ സംരക്ഷിച്ചിരുന്ന അവതാര പുരുഷനായിരുന്നു ബലരാമൻ ഈ ക്ഷത്രിയ ഭാരതത്തിൽ. പ്രശ്നബാധിത പ്രദേശത്തെല്ലാം സഞ്ചരിച്ച് ആയിരക്കണക്കിന് രാക്ഷസന്മാരെയൊക്കെ കൊന്നൊടുക്കി അവരുടെ ശല്യം തീർത്ത് ഭാരതത്തെയും കൃഷിമേഖലയെയും രക്ഷിച്ച ബലരാമൻ ഇനിയൊരു യുദ്ധം ചെയ്യില്ലെന്ന് ഒരിക്കലും ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. അങ്ങനെ ഭാരതദേശം സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നാളുകളോട് നീങ്ങിയപ്പോഴാണ് എവിടെ നിന്നോ വരുന്ന ഒരു പ്രതിവാസുദേവൻ അയാളുടെ ബലരാമനെ വെല്ലുവിളിച്ചു. പ്രതിവാസുദേവൻ. അപ്പം ബലരാമൻ ഉടനെ ഒന്നും പ്രതികരിച്ചില്ല. കാരണം അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു, ഇനി യുദ്ധം ചെയ്യില്ല എന്ന്. അപ്പോൾ അയാൾ കൃഷികൾ നശിപ്പിച്ചു, കൃഷിക്കാരെ കൊന്നു, അവരുടെ കന്നുകാലികളെ, മൃഗങ്ങളെ കൊന്നു. അങ്ങനെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അതൊന്നും സഹിക്കുക വയ്യാതെ കൊല ചെയ്യപ്പെട്ടവരുടെ ബന്ധുക്കളും മറ്റുള്ളവരും കൃഷിക്കാരും ഒക്കെ ആയിരക്കണക്കിന് ജനങ്ങൾ ഈ ബലരാമൻ്റെ വസതിക്കടുത്ത് അഭയം തേടി. അവരെ നിലവിളിച്ച് കേണഭിയിച്ചു. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാർ നിലവിളിയോട് കേട്ട് മനസ്സലിഞ്ഞ ബലരാമൻ തീർച്ചപ്പെടുത്തി തൻ്റെ ഭാരതം രക്ഷിക്കാൻ, കൃഷിക്കാരെയും രക്ഷിക്കാൻ താനെടുത്ത ശപഥം ഉപേക്ഷിച്ച് പ്രതിവാസുദേവനുമായി യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധം ഇങ്ങനെയായിരുന്നു. ഇടിമിന്നലും കാതടുപ്പിക്കുന്ന ശബ്ദവും ഗദായുദ്ധമാണ് നടന്നത്. ബലരാമനും പ്രതിവാസുദേവനും തമ്മിലുള്ള ഗദായുദ്ധം. നീണ്ട യുദ്ധത്തിനൊടുവിൽ ബലരാമനും പ്രതിവാസുദേവനെ നിഗ്രഹിച്ചു. അങ്ങനെ ഭാരതത്തിൻ്റെ അവസാനത്തെ ശത്രുവിനെ നിഗ്രഹിച്ചു. അങ്ങനെ ബലരാമൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചു. ഇതാണ് ഭാരതരക്ഷ അല്ലെങ്കിൽ കാർഷിക രക്ഷ ആയിരുന്ന ബലരാമൻ്റെ അവതാര ലക്ഷ്യം. എന്നാൽ ഈ അവതാര കഥ ബ്രാഹ്മണനെ ചൊടിപ്പിച്ചു. അവരിതിൽ നിന്ന് കണ്ടെത്തിയ കുറ്റം എന്താണെന്ന് വെച്ചാൽ ഇതിലെ വധിക്കപ്പെട്ട പ്രതിവാസുദേവനെ വിശ്വാമിത്രൻ മനഃപൂർവ്വം മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് അവർ പറഞ്ഞു. അതായത് അത് മറ്റാരുമല്ല, തങ്ങളുടെ വിഷ്ണുവാണ്. വിഷ്ണുവിൻ്റെ മറ്റൊരു പേരാണല്ലോ വാസുദേവൻ. അപ്പം ഈ ക്ഷത്രിയ ഭാരതം എഴുതിയ വിശ്വാമിത്രൻ മനഃപൂർവ്വം ഇത്തരൊരു കഥ മെനഞ്ഞുണ്ടാക്കി നമ്മുടെ വിഷ്ണുവിനെ അല്ലെങ്കിൽ ബ്രാഹ്മണരെ ഇത് അപഹസിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ കഥയുണ്ടാക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെ പറഞ്ഞു നടന്നിട്ടാണ് ആ കഥ പിന്നെ ഇവരെഴുതിയ ഭാരതത്തിൽ അവർ ക്ലബ് ചെയ്ത് ഒരു കഥയാക്കി മാറ്റിയെടുത്തു. അപ്പോൾ വിഷ്ണുവിനെയും ബ്രാഹ്മണരെയും ആര്യാവതത്തെയൊക്കെ അവഹേളിച്ചെന്നാണ് അവർ പറയുന്നത്. അതിലേക്ക് അധിക്ഷേപിക്കാണ് ഇത്തരം ഒരു അവതാര കഥ എഴുതിയെന്നാണ് അവർ പറയുന്നത്. അവർ ഇത്തരം പല കാരണങ്ങൾ കൊണ്ടാണ് BC 175 എഴുതിയ പുഷ്യമിത്രശൃംഗൻ്റെ നേതൃത്വത്തിൽ ഭാരതത്തെ അവർ ആക്രമിച്ചതും നശിപ്പിച്ചതും അവരുടെ സാഹിത്യങ്ങൾ സ്വന്തമാക്കിയതും. അപ്പോൾ എന്നാൽ ബലരാമൻ്റെ കഥ തീരെ ചെറുതായതുകൊണ്ടും അത്ര പൊടിപ്പും തൊങ്ങലൊന്നും ഇല്ലായിരുന്നുകൊണ്ടും ബലരാമനെ കൃഷ്ണൻ്റെ സഹോദരനാക്കി മാറ്റിമറിച്ച് എഴുതി കൃഷ്ണകഥയോടൊപ്പം ക്ലബ് ചെയ്ത് ഒന്നാക്കിയാണ് അവർ മഹാഭാരതത്തിൽ അവതരിപ്പിച്ചത്. ഇത് വിശ്വാമിത്രൻ എഴുതിയപ്പോൾ കഥ 2ആയിരുന്നു. ഇത് 2ഉം കൂടെ ഒന്നിച്ചാക്കിയാണ് ഇവർ ക്ലബ് ചെയ്താണ് ഈ മഹാഭാരതത്തിൽ ഇവർ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ബലരാമൻ്റെ അവതാരം. അപ്പോൾ ഇതോടു കൂടിയുള്ള കഥയായതുകൊണ്ട് തന്നെ 9ാമത്തെ അവതാരമായ കൃഷ്ണ അവതാരം കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് പറയാം.
BC 4-ാം നൂറ്റാണ്ടിൽ തന്നെ ആസ്ട്രോളജി സമൂഹത്തിൽ ഒരു മാറാരോഗം പോലെ പടർന്നു കൊണ്ടിരുന്നപ്പോൾ അന്നത്തെ മനുഷ്യരെ ബോധവാന്മാരാക്കാൻ ബുദ്ധിസ്റ്റ് മോങ്സ് എഴുതിയ ഒരു കഥയായിരുന്നു ബ്ലാക്ക് കാന റൈസ്. ബ്ലാക്ക് കാന റൈസ്, നീ ഉണരൂ, ബ്ലാക്ക് കണ്ണ നീ ഉണരൂ എന്ന്. അപ്പോൾ ആ കഥ ഇങ്ങനെയാണ്. ഉത്തരഭാരതത്തിൽ അസിതഞ്ചായിൽ കംസൻ എന്ന രാജാവ് വീട്ടുതടങ്കലിൽ ആക്കിയിരുന്ന സ്വന്തം സഹോദരി ദേവഗപ്പയ്ക്കും ഭർത്താവ് ഉപസാഗരിക്കും ഉണ്ടായ 10 സഹോദരന്മാരിൽ രണ്ടാമത്തെ ആളായിരുന്നു സൂത്രശാലിയായിരുന്ന ബാലദേവൻ. അപ്പോൾ ആ കഥയിലെ ബാലദേവൻ നല്ലൊരു മുഷ്ടിയുദ്ധ വീരനും സൂത്രശാലിയും ഒരു തെമ്മാടിയൊക്കെയായിരുന്നു. എന്നാൽ ഈ കഥ പ്രചരിച്ചതോടെ അതിലെ സൂത്രശാലിയായ ബാലദേവനെ പകരം വയ്ക്കാനില്ലാത്തവൻ എന്ന അർത്ഥം വരുന്ന കൃഷ്ണ എന്ന പേര് വിളിച്ച് ഹീറോ ആക്കി ആരാധിക്കാൻ തുടങ്ങി യാദവരെ. അങ്ങനെ വയ്ക്കും. അപ്പോൾ കൃഷ്ണ എന്നവരെ വിളിച്ചത്. കൃഷ്ണയുടെ അർത്ഥം തന്നെ ഇങ്ങനെയാണ്, പകരം വയ്ക്കാനില്ലാത്തവനെന്നായിരുന്നു. അപ്പം ഒരമ്മയ്ക്ക് 10 മക്കളുണ്ട്. 10 മക്കളെ രണ്ടാമത്തെ മകൻ അവൻ സൂത്രശാലിയാണ്, അവനൊരു ചെറിയ തല്ലിപ്പൊടി ഗുണ്ടയാണ്, അല്ലെങ്കിൽ മുഷ്ടിയുദ്ധ വീരനാണ്. എല്ലാവരും വീരന്മാരാണെങ്കിൽ പോലും ഇവരെ ഈ ഒരാളെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അവരതിനെ ഹീറോ ആക്കി വയ്ക്കുകയും ചെയ്തു. അങ്ങനെ അതിനെ പിന്നെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ അന്ന് കൃഷ്ണയെ ആരാധിച്ചിരുന്ന ബുദ്ധജനതയായിരുന്നു. അന്ന് യാദവന്മാരെന്ന് പറഞ്ഞാൽ അത് ബുദ്ധജനതയായിരുന്നു അന്നത്തെ യാദവന്മാർ. യാദവാസ് ഓഫ് ദേവഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് യാദവാസ് ഭരണം നടത്തുന്നുണ്ട്. അത് 10-11 നൂറ്റാണ്ടിലാണ്. അത് വേറെ യാദവാസാണ്. അപ്പോൾ ആദ്യത്തെ യാദവാസ് എന്ന് പറയുന്ന അത് ബുദ്ധജനതയായിരുന്നു അന്നത്. അങ്ങനെ കൃഷ്ണയെ ഒരു ലെജൻഡാക്കി തീർത്ത സമയത്താണ് വിശ്വാമിത്രൻ കുലദൈവമായ ശിവൻ്റെ 3ാമത്തെ അവതാരമായ കൃഷ്ണയെ സ്വീകരിച്ചത്. അന്ന് ചോദിക്കാനും പറയാനൊന്നും ആളില്ല. അതുകൊണ്ട് അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു മിത്ത്, ആ മിത്തിനെ അദ്ദേഹം അതിന് പ്രത്യേകിച്ച് അവകാശങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് ആ കൃഷ്ണയെ കൃഷ്ണനായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാരതത്തിലേക്ക് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിശ്വാമിത്രൻ കൃഷ്ണനെ എന്ത് ചെയ്തു? കൃഷ്ണനാക്കി. ദേവഗഫയെ ദേവകിയാക്കി. ദേവഗഫ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ അമ്മയാണ്. അതിനെ അമ്മ ദേവകിയാക്കി. അങ്ങനെ കൃഷ്ണനെ ദേവകി നന്ദൻ കൃഷ്ണനാക്കി. ദേവകി നന്ദൻ കൃഷ്ണനാക്കി. ആരുടെ? വിശ്വാമിത്രൻ്റെ മഹാഭാരതത്തിൽ. അപ്പോൾ വിശ്വാമിത്രൻ കൃഷ്ണയെ കൃഷ്ണനാക്കിയപ്പോൾ കൃഷ്ണയുടെ അല്ലെങ്കിൽ ബാലദേവൻ എന്നായിരുന്ന പേര് ഈ തെമ്മാടിത്തരങ്ങളോ സൂത്രശാലി സ്വഭാവങ്ങളോ ദ്വന്ദ്വയുദ്ധ വീരതയോ ഒന്നും ഫോക്കസ് ചെയ്തില്ല. അദ്ദേഹത്തിന് എന്തായിരുന്നു വേണ്ടിയിരുന്നതെന്നാൽ വളരെ ചാതുര്യത്തോടെ സംസാരം കൊണ്ട് തന്നിലേക്ക് ആകർഷിക്കുന്ന ദേവകി നന്ദൻ കൃഷ്ണനായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ കൃഷ്ണൻ്റെ മൂലകഥയ്ക്കകത്ത് ബ്ലാക്ക് കാന റൈസ് എന്ന ബുദ്ധകഥയിലെ കൃഷ്ണൻ്റെ ആ മൂലകഥയിൽ ആ കൃഷ്ണൻ എങ്ങനെയായിരുന്നു? അവൻ്റെ ഒരു ദ്വന്ദ്വയുദ്ധ വീരനായിരുന്നു, അവൻ ഒരു തെമ്മാടിയായിരുന്നു, ഭയങ്കര സൂത്രശാലിയായിരുന്നു. അപ്പം ഈ ഗുണങ്ങളൊന്നും ഫോക്കസ് ചെയ്യാതെ എന്നാൽ വളരെ ചാതുര്യത്തോടെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് മാത്രം ഫോക്കസ് ചെയ്ത് ആണ് പുള്ളി ഈ കൃഷ്ണനെ ഉണ്ടാക്കിയത്. ആ പുള്ളിയുടെ ഭാരതത്തിൽ വന്ന കഥയിലേക്ക് വേണ്ടി അങ്ങനെ അവതരിപ്പിച്ചത്. അപ്പോൾ വിശ്വാമിത്രൻ്റെ ഭാരതത്തിൽ കൃഷ്ണൻ മഥുരയിലെ രാജാവായിരുന്നു. അങ്ങനെ അവതരിപ്പിച്ചത്. മഥുരയിലെ രാജാവായിരുന്നു കൃഷ്ണനായിട്ടാണ് അവതരിപ്പിച്ചത്. എന്നാൽ എങ്ങനെയാണ് യമുനയിൽ ഒഴുകി വരുന്ന ജലം മഥുരയുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ അയൽരാജ്യത്തെ രാജാവായിരുന്ന ജരാസന്ധൻ തടഞ്ഞു വെച്ച് വഴിതിരിച്ച് തൻ്റെ രാജ്യത്തെ കൃഷിഭൂമിയിലേക്ക് ഗതി തിരിച്ച് വിട്ട് മഥുരയിലെ കർഷക വൃത്തി മുഴുവൻ തകരാറിലാക്കുന്നു. മഥുരയിലെ രാജാവായ കൃഷ്ണൻ രാജാവാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള അയൽവക്കത്തെ രാജ്യത്തെ രാജാവായിരുന്നു ജരാസന്ധൻ. അപ്പോൾ യമുനയിലൂടെ ഒഴുകി വരുന്ന ജലം ആദ്യം ജരാസന്ധൻ ചെയ്യും, അത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തേക്ക് വഴിതിരിച്ചു വിടും. അപ്പോഴത്തേക്കും ഈ മഥുരയിലേക്ക് ജലം ആവശ്യത്തിന് എത്തുന്നില്ല. അതുകൊണ്ട് മഥുരയിലെ കാർഷിക വൃത്തി തന്നെ വളരെ തകരാറിലായ ഒരു സമയമായിരുന്നു അത്. അപ്പോൾ ഈ കൃഷ്ണൻ പലതരത്തിലും ഈ ജരാസന്ധനോട് സംസാരിച്ചു. പക്ഷേ ജരാസന്ധൻ അത് ഈ വെള്ളം വിട്ടുകൊടുക്കുന്നില്ല. ജലദൗർലഭ്യം കൊണ്ട് പൂർത്തി മുട്ടിയ ജനങ്ങൾ കൃഷ്ണനെ അഭയം പ്രാപിച്ചു. പലതവണ സൗമ്യമായി സംസാരിച്ചിട്ടും പലതവണ ജരാസന്ധനുമായി യുദ്ധം ചെയ്തിട്ടും അയാളെ തോൽപ്പിക്കാനോ അയാളുടെ മനസ്സ് മാറ്റാനോ കൃഷ്ണന് സാധിച്ചില്ല. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഹസ്തിനപുരത്തെ ആയോധന കലയിലെ വിദ്യയിൽ അനുഗ്രഹീതരായ പാണ്ഡവരെ കുറിച്ച് ഇദ്ദേഹം കേൾക്കുന്നത്. അപ്പോൾ അവസാന ശ്രമം എന്ന നിലയിൽ കൃഷ്ണൻ ഹസ്തിനപുരത്തെത്തി പാണ്ഡവരോട് സംസാരിച്ച് ജരാസന്ധനുമായി യുദ്ധം ചെയ്യാമെന്ന് പാണ്ഡവരുമായിട്ട് കരാറുണ്ടാക്കി. അപ്പോൾ അന്ന് അവിടെ ആ സമയം കൗരവരുമായിട്ട് പാണ്ഡവർക്കൊരു സ്വത്ത് തർക്കമുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന സ്വത്ത് തർക്കമുണ്ട്. അപ്പോൾ ആ നിലനിൽക്കുന്ന കാര്യം പാണ്ഡവർ കൃഷ്ണനോട് പറഞ്ഞെങ്കിലും അന്ന് കൃഷ്ണൻ പറഞ്ഞിങ്ങനെയാണ്, ജരാസന്ധനെ ജയിച്ചാൽ അതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് കൃഷ്ണൻ അവർക്ക് ഉറപ്പൊന്നും നൽകി. അപ്പോൾ ആദ്യം നമുക്ക് യുദ്ധം ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പ്രശ്നമൊക്കെ പരിഹരിച്ച് വന്നിട്ട് നമുക്ക് നിങ്ങളുടെ ഈ സ്വത്ത് തർക്കത്തെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് കൃഷ്ണൻ പറഞ്ഞു. അങ്ങനെ പാണ്ഡവരെ മുൻനിർത്തി കൃഷ്ണൻ നടത്തിയ യുദ്ധത്തിൽ ജരാസന്ധൻ കൊല്ലപ്പെടുകയും കൃഷ്ണൻ യുദ്ധം ജയിക്കുകയും ചെയ്തു. അങ്ങനെ യുദ്ധം ജയിച്ച കൃഷ്ണൻ വിരോചിതമായ രീതിയിൽ പാണ്ഡവരെ തിരിച്ചയച്ചു.
എന്നിട്ട് ഒരു ദിവസം അദ്ദേഹം യമുനയിലെ ജലം വീണ്ടെടുത്ത് കൃഷിഭൂമിയിൽ എത്തിക്കുകയും അങ്ങനെ വിജയകരമായ കൃഷി നടത്തി ക്ഷത്രിയ രാജ്യമായ ഭാരതം സമ്പന്നമാവുകയും ചെയ്തു. അങ്ങനെ ഭാരതത്തെ അദ്ദേഹം രക്ഷിച്ചെടുത്തു. ഇതാണ് ആ കഥ. അതിനുശേഷം ഹസ്തിനപുരത്തെത്തിയ കൃഷ്ണൻ ഒരു ഭാഗത്ത് പാണ്ഡവരെയും മറുഭാഗത്ത് കൗരവരെയും ഇരുത്തി ചർച്ച ചെയ്ത് സ്വത്ത് തർക്കം പരിഹരിക്കുകയും ഇരുവർക്കും രാജ്യം പകുത്തു നൽകുകയും ചെയ്തു. ഇതാണ് ഈ വിശ്വാമിത്രൻ്റെ ഭാരതത്തിലെ കഥ. അവിടെ യാതൊരു മറ്റു യുദ്ധമോ കൗരവരും പാണ്ഡവരുമായിട്ടുള്ള യുദ്ധമോ അല്ലെങ്കിൽ വസ്ത്രാക്ഷേപമോ അല്ലെങ്കിൽ കാട്ടിൽ വനവാസം ഇതൊന്നും അങ്ങനെയുള്ളതൊന്നും ആ ഭാരതത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഇവിടെയൊക്കെ വിശ്വാമിത്രൻ ഉപയോഗിച്ചത് വളരെ ചാതുര്യത്തോടെ ആർക്കും വിരോധം തോന്നാത്ത തരത്തിൽ സംസാരിക്കുന്ന കൃഷ്ണൻ്റെ ആ പേഴ്സണാലിറ്റിയാണ് ഉപയോഗിച്ചത്. ഇതായിരുന്നു ഭാരതത്തിൻ്റെ യഥാർത്ഥ കൃഷ്ണൻ, അല്ലെങ്കിൽ ആ നീലകൃഷ്ണൻ. ഇതായിരുന്നു ക്ഷത്രിയ കൃഷ്ണൻ്റെ ആ നീല നിറത്തിലുള്ള കൃഷ്ണൻ്റെ ഇതായിരുന്നു പുള്ളിയുടെ പാർട്ടിസിപ്പേഷൻ, അല്ലെങ്കിൽ ഇതായിരുന്നു പുള്ളിയുടെ അവതാര ഉദ്ദേശം. അങ്ങനെ ക്ഷത്രിയകുലത്തിൻ്റെ സുപ്രീം ഗോഡായിരുന്ന നീലശിവൻ്റെ നീല നിറങ്ങളുള്ള 3 അവതാരങ്ങളെയാണ് നമ്മുടെ വിശ്വാമിത്രൻ അവതരിപ്പിച്ചത്. യഥാർത്ഥ കഥയിൽ എന്തായിരുന്നു? യുദ്ധവും ചോരപ്പൊഴിയും ഇല്ലായിരുന്നു, ചൂതുകളിയും വസ്ത്രാക്ഷേപവും ഇല്ലായിരുന്നു, വനവാസവും കൊലപാതക ശ്രമങ്ങളും ഇല്ലായിരുന്നു, തട്ടിക്കൊണ്ടുപോകലും കളിയാക്കലുകളും ഇല്ലായിരുന്നു, പകയോ കണക്ക് തീർക്കലോ ഭാരത കഥയിൽ ഉണ്ടായിരുന്നില്ല. വംശവരി കൊണ്ട് കുലം മുടിക്കുന്ന തന്ത്രങ്ങളോ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു? തികച്ചും ശുഭപര്യവസാനിയായ ക്ഷത്രിയകുലത്തിൻ്റെ ഭാരതത്തിൻ്റെ സാഹിത്യമായിരുന്ന ഭാരതം, അല്ലെങ്കിൽ വിശ്വാമിത്രൻ്റെ ഭാരതം. ക്ഷത്രിയകുലത്തിൻ്റെ ആ ഭാരതകഥയെയും അതിലെ മോറൽ ക്യാരക്ടറായിരുന്ന കൃഷ്ണനെയുമാണ് വംശവരീനും ബ്രാഹ്മണ ധർമ്മ സംരക്ഷകനും ക്ഷത്രിയകുല നാശകനുമായി മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതിയ മഹാഭാരതത്തിൽ, ബ്രാഹ്മണ മഹാഭാരതത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മഹാഭാരതം യഥാർത്ഥത്തിൽ കൗരവ പാണ്ഡവരുടെ സംഘർഷ കഥയല്ല. നമ്മളെങ്ങനെ അത് മഹാഭാരതത്തിൽ 2 ഗ്രൂപ്പാണ്, ഒന്ന് പാണ്ഡവരുടെ ഗ്രൂപ്പും ഒന്ന് കൗരവരുടെ ഗ്രൂപ്പും. അത് യഥാർത്ഥത്തിൽ അതല്ല, അതിൻ്റെ യഥാർത്ഥ ഗ്രൂപ്പ് അങ്ങനെയല്ല. ചരിത്രപരമായി സംസാരിക്കുമ്പോൾ അതല്ല അതിൻ്റെ യഥാർത്ഥ ഗ്രൂപ്പ്. പിന്നെ എങ്ങനെയാണ് കൃഷ്ണനെ അവതരിപ്പിക്കാൻ നെയ്തെടുത്ത മധുരതരവും വൈകാരികവുമായ ഒരു പശ്ചാത്തലമായിരുന്നത് ഈ 2 ഗ്രൂപ്പ് ഈ കൗരവ പാണ്ഡവരുടെ കഥ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, കൗരവർ എന്നാൽ ഭാരതത്തിലെ ക്ഷത്രിയരാണെന്നും പാണ്ഡവർ എന്നാൽ ആര്യാവതത്തിലെ ബ്രാഹ്മണരാണെന്നും അവർ തമ്മിലായിരുന്നു സംഘർഷം നടന്നത്. ആര്യാവതത്തിലെ ബ്രാഹ്മണരും ഭാരതത്തിലെ ക്ഷത്രിയരും തമ്മിലാണ് സംഘർഷം നടന്നത്. അപ്പം കൗരവരെ പ്രതിനിധീകരിക്കുന്നത് ഈ ക്ഷത്രിയരായിട്ടും പാണ്ഡവരെ പ്രതിനിധീകരിക്കുന്നത് ഈ ആര്യവതത്തിലെ ബ്രാഹ്മണരായിട്ടും അവർ തമ്മിലാണ് സംഘർഷം നടന്നത്. അതായത് കൗരവർ പാണ്ഡവരുടെ ഒരു ഫാമിലിയിലെ 5 മക്കളും ഒരു ഫാമിലിയിലെ മറ്റ് 100 മക്കളും തമ്മിലുള്ള ഒരു സംഘർഷ കഥയല്ല യഥാർത്ഥത്തിലത്. ഭാരതത്തിലെ ക്ഷത്രിയരെയും ആര്യാവതത്തിലെ ബ്രാഹ്മണനും തമ്മിലുള്ള സംഘർഷങ്ങളും അവസാനം നിരവധി ചതിപ്രയോഗത്തിലൂടെ ഭാരതവും ക്ഷത്രിയകുലവും മുച്ചൂടും മുടിക്കുന്ന കഥയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ മഹാഭാരതം. അതിന് തന്ത്രങ്ങൾ ഒരുക്കുന്നതാകട്ടെ മതപരിവർത്തനത്തിലൂടെ ബ്രാഹ്മണനായ കൃഷ്ണനും മഹാഭാരത കഥയിൽ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ ഒരു ജനതയുടെയോ ഒരു സാംസ്കാരിക ഔന്നത്യത്തെ വരച്ചു കാട്ടുന്ന കഥയല്ല. പിന്നെ മറിച്ച് അത്യാഗ്രഹം കൊണ്ടും വംശപരി കൊണ്ടും അധികാരമോഹങ്ങൾ കൊണ്ടും ഒരു രാഷ്ട്രത്തെ ഒരു ജനതയെ മുച്ചൂടും മുടിക്കുന്ന വൈരാഗ്യത്തിൻ്റെ കഥയാണ്. ക്ഷത്രിയകുലത്തിൻ്റെ ചരമഗീതമാണ് മഹാഭാരതം. നമ്മൾ വായിക്കുന്ന മഹാഭാരതം അത് ക്ഷത്രിയകുലത്തിൻ്റെ ചരമഗീതമാണ്. വിശ്വാമിത്രൻ്റെ ഭാരതത്തിൽ യുവാവായിട്ടാണ് കൃഷ്ണനെ അവതരിപ്പിച്ചത്. ക്ഷത്രിയനായ യുവാവിനെ ബ്രാഹ്മണനായി അംഗീകരിക്കാൻ ഓർത്തഡോക്സ് ബ്രാഹ്മണൻ അന്ന് തയ്യാറായില്ല. കാരണം കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ഈ ശൈശവകാലത്തെക്കുറിച്ചൊന്നും എഴുതുന്നില്ല. അതുകൊണ്ട് കൃഷ്ണൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അവർ ബ്രാഹ്മണരാണോ, അല്ലെ ആ വംശാവലിയിൽ തന്നെ ബ്രാഹ്മണനായിട്ട് തന്നെ ഉണ്ടായ ആളാണോ, അതിന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഈ ഓർത്തഡോക്സ് ബ്രാഹ്മണന്മാരൊന്നും കൃഷ്ണനെ ആദ്യം അംഗീകരിച്ചില്ല. അപ്പോൾ അത് നെയ്തുണ്ടാക്കണമായിരുന്നു, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ശൈശവകാലം നെയ്തുണ്ടാക്കണമായിരുന്നു. അത് നെയ്തുണ്ടാക്കാൻ വേണ്ടി ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് മഹാഭാരത കഥ എഴുതാൻ കൂടുതൽ ടൈം എടുത്തു. അതിന് കൃഷ്ണൻ്റെ ശൈശവത്തിൽ തന്നെ ബ്രാഹ്മണനായിരുന്നു എന്ന് കഥ നെയ്തെടുക്കാൻ പല വഴികളും തേടി. പല വഴികളിലും ഇവരെ കൊണ്ടുവന്നെങ്കിലും അന്നത്തെ ബ്രാഹ്മണർ, ഈ ഓർത്തഡോക്സ് ബ്രാഹ്മണർ അതൊന്നും അംഗീകരിച്ചില്ല. അതിന് ഒത്തിരി താമസം എടുത്തു. പിന്നെ മൂലകഥയായ ബുദ്ധകഥയിലെ കംസൻ്റെ കഥയിൽ പിന്നെ മാറ്റം വരുത്തി. അങ്ങനെ ഒരു കഥയുണ്ട്. അപ്പം മിറക്കിൾസൊക്കെ കൂടിച്ചേർത്ത് ബ്രാഹ്മണരായ അച്ഛനെയും അമ്മയെയും വസുദേവനും ദേവകിയൊക്കെ ആക്കി നൽകി കൃഷ്ണനെന്നും ബ്രാഹ്മണ പൈതലാക്കി മാറ്റിയെടുക്കുകയാണ്. അപ്പം കൃഷ്ണൻ്റെ മൂലകഥയിൽ കൃഷ്ണൻ്റെ അച്ഛൻ ഉപസാഗരയാണ്, കൃഷ്ണൻ്റെ അമ്മയാരാണ്, ദേവഗഫയാണ്. അപ്പം അതൊക്കെ മാറ്റിയിട്ട് കൃഷ്ണൻ ബ്രാഹ്മണൻ തന്നെയായിരുന്നു. ഇത് ദേവകിക്കും വസുദേവൻ എന്ന ബ്രാഹ്മണനും ദേവകി എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായ ഒരു പൈതലായിരുന്നു, ബ്രാഹ്മണ പൈതലായിരുന്നു കൃഷ്ണൻ. അത് കഴിഞ്ഞ് പിന്നെ എന്നാൽ അമ്മാവൻ അയാൾ കൊല്ലും, അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ടായ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ വേറൊരു കുലത്തിൽ, അതായത് ഒരു
മറ്റൊരു കുലത്തിൽ ഒരു വീട്ടിൽ കൊണ്ട്, ഈ യാദവ കുലത്തിൽ ഒരു വീട്ടിൽ കൊണ്ട് ഇതിനെ ആക്കി, ഇതിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആക്കി. അങ്ങനെ അവിടെ വളർന്നതാണ്, യാദവ കുലത്തിൽ വളരേണ്ടി വന്നു എന്നൊക്കെയാണ് ഇവർ കഥ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നു, അച്ഛൻ വസുദേവനായിരുന്നു, അമ്മ ദേവകിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് നന്ദഗോപരുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കൂടെ ജീവിക്കേണ്ടി വന്നു എന്നൊക്കെ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ കഥ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ശ്രീകൃഷ്ണൻ എന്ന ബ്രാഹ്മണ പതിലാക്കി അങ്ങനെ കഥ നെയ്ത് മാറ്റിയെടുക്കുകയും ചെയ്തത്. അപ്പം ചന്ദ്രവംശമായിരുന്നു കൃഷ്ണൻ്റെ, വിശ്വാമിത്രൻ്റെ ഭാരതത്തിൽ. അതിനെ ഇതും വീണ്ടും സൂര്യവംശമാക്കി. ക്ഷത്രിയ രാജാവായിരുന്നു അത് മധുരയിൽ, അതിനെ ദൈവമാക്കി. അത് ശിവൻ്റെ അവതാരമായിരുന്നു, മൂന്നാമത്തെ അവതാരമായിരുന്നു. രാമൻ, ബലരാമൻ, കൃഷ്ണൻ മൂന്നാമത്തെ അവതാരമായിരുന്നു. അതിനെ ഇത് വിഷ്ണുവിൻ്റെ അവതാരമാക്കി. അതുപോലെ അത് നല്ലൊരു പോരാളിയായിരുന്നു, ഇത് തേരാളിയാക്കി കൃഷ്ണനെ മഹാഭാരതത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ നീല നിറമായിരുന്നു, അത് ഇവിടെ ഇന്നത്തെ ഫെയർ കളറുമാക്കും, ചിലപ്പോൾ നീല നിറമാക്കും, കളർ മാറ്റിയില്ലെന്ന് തോന്നും. അന്ധകവി സൂർദാസ് അദ്ദേഹം ഒരു അധികൃത, ഇന്ന് പറയുന്നത് അധികൃത, അല്ലെങ്കിൽ ഇവർ പറയുന്നതനുസരിച്ച് ഒരു ശൂദ്രകവിയായിരുന്നു അന്ധകവി സൂർദാസ്. ആ സൂർദാസിൻ്റെ അവരുടെ കഥാപാത്രമായിരുന്നല്ലോ ഈ കൃഷ്ണൻ. അതുകൊണ്ട് അദ്ദേഹം ധാരാളം കൃഷ്ണലീലകളും മിറക്കിൾസും എഴുതിയിട്ടുണ്ട് ഈ കൃഷ്ണനെക്കുറിച്ച്. കൃഷ്ണൻ വെണ്ണ കവരുന്നതും ഓടി നടക്കുന്നതും, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ ധാരാളം കൃഷ്ണലീലകൾ, അല്ലെങ്കിൽ അമ്പാടിയിലൊക്കെ കളിക്കുന്നത്, ഓടിക്കളിക്കുന്നതും, ഈ നദിയിൽ കുളിക്കുന്നതും, കാളിൽ നദിയിൽ കുളിക്കുന്നതും, അങ്ങനെ കൃഷ്ണലീല എന്ന് പറഞ്ഞാൽ ധാരാളം സഖിമാരോടൊത്ത് ഓടിക്കളിക്കുന്നതും, പെൺകുട്ടികളുടെ കൂടെ നൃത്തമാടുന്നതും, ഓടക്കുഴൽ ഓടുന്നതും, ഇങ്ങനെ ധാരാളം ഈ ലീലകളൊക്കെ എഴുതിയിരിക്കുന്നത് ആക്ച്വലി ഈ അന്ധകവിയായിരുന്ന സൂർദാസാണ്. അപ്പം അദ്ദേഹം എഴുതിയ ഇതെല്ലാം ഇതിനകത്ത് കൂട്ടിച്ചേർക്കും. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞേക്കും പിന്നെയുണ്ട് കാളിന്തി നദി ബന്ധപ്പെട്ട് ഈ കാളിയ മർദ്ദനം, അതൊന്നും ഇവിടെയൊന്നും ആരും എഴുതിയിട്ടിരുന്നു. അതിനും ചെയ്തു. ഹെർക്കുലിസ് ഹേരായുടെ ഈ ഗ്രീക്ക് മെതോളജിയിൽ ഹെർക്കുലിസ് ഹേര, പാമ്പിൻ്റെ പുറത്ത് ഹെർക്കുലീസ് നൃത്തം ചെയ്യുന്ന കഥകളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ആ ഭാഗം അടിച്ചു മാറ്റി അതിൽ നിന്നാണ് കാളിയമർദ്ദനം ഉണ്ടാക്കിയത്. അങ്ങനെ കാളിയമർദ്ദനമൊക്കെ ചേർത്ത് അങ്ങനെയാണ് ഈ കൃഷ്ണന് ഒരു ശൈശവ കാലം രൂപപ്പെടുത്തുന്നത്, നെയ്തെടുക്കുന്നത്. അതൊക്കെ നെയ്തെടുക്കുമ്പോഴത്തേക്ക് ഈ ഓർത്തഡോക്സ് ബ്രാഹ്മണർക്ക് ഇഷ്ടമായി. ശരിയാണ്. അപ്പോൾ ഇപ്പോൾ കൃഷ്ണൻ ബ്രാഹ്മണനായി, ബ്രാഹ്മണ പൈതലായിരുന്നു, അത് വളർന്നു വന്നു, അപ്പോൾ ബ്രാഹ്മണനായി. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കൃഷ്ണനെ രൂപപ്പെടുത്തി ഇവരെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമായി ബ്രാഹ്മണൻ ശത്രുക്കളായ ക്ഷത്രിയകുലത്തിൻ്റെ സർവനാശം എന്ന ദൗത്യം മഹാഭാരത കഥയിലൂടെ പ്രതീകാത്മകമായിട്ട് കൃഷ്ണൻ നടത്തുകയാണിത്. അപ്പോൾ ക്ഷത്രിയകുലത്തിൻ്റെ നാശമാണ് ഇതിൻ്റെ അവതാരോദ്ദേശം. കൃഷ്ണൻ്റെ അവതാരോദ്ദേശം തന്നെ ക്ഷത്രിയകുലത്തിൻ്റെ നാശമാണ്. ഏത് തരത്തിലും ക്ഷത്രിയകുലത്തിൻ്റെ വക വരുത്തണം എന്നാണ്. അപ്പോൾ അങ്ങനെ മഹാഭാരത രചന നടത്തിക്കഴിഞ്ഞാണ് കൃഷ്ണൻ്റെ ദൗത്യം കൂടിയത്. അതിലൂടി പിന്നെ കൃഷ്ണൻ ദൗത്യം കൂടുകയാണ് എന്നിങ്ങനെ. ഒരു വശത്തെ ബുദ്ധ ജൈന മതങ്ങളുടെ അഭാവം, ബ്രാഹ്മണസത്തിൻ്റെ മൂല്യത്തകർച്ച, മറുവശത്തെ ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, സിഖ് മതങ്ങളുടെ അത്ഭുതകരമായ വളർച്ച, അതിലേക്കുള്ള കുത്തൊഴുക്ക്. ഈ സമയത്താണ് ബ്രാഹ്മണൻ മനസ്സിലാക്കിയത് തങ്ങൾക്ക് ഇതുവരെയും ഒരു തത്വചിന്തകനില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കി, അല്ലേ? നേരത്തെ ഒരു പേഴ്സണാലിറ്റി അഭാവം ഉണ്ടായിരുന്നു. ആ അഭാവം എല്ലാം മൃഗങ്ങളായിരുന്നു. അതിൽ നിന്ന് മാറ്റി ഒരു മനുഷ്യനെ അവതരിപ്പിച്ചത്. അതാണ് രാമനെ അവതരിപ്പിച്ചത്. ഇപ്പോഴാണ് മനസ്സിലാക്കിയത് നല്ലൊരു തത്വം. ഇപ്പം കാലം മാറിയപ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ഇതിൻ്റെ ഹ്യൂമൻ ക്വാളിറ്റി അല്ലെ ഇതിനൊക്കെ വ്യത്യാസം വന്നു. അപ്പോൾ ഇപ്പോൾ ഇവർക്ക് വേണ്ടത് തത്വചിന്തകനെയാണ് വേണ്ടത്. അങ്ങനെ തത്വചിന്തകൻ ഇല്ല. ബുദ്ധൻ നല്ല തത്വചിന്തകനാണ്, മഹാവീരൻ നല്ല തത്വചിന്തകനാണ്, ജീസസ് തത്വചിന്തകനാണ്, അതുപോലെ തന്നെ ഗുരു നാനാക്ക് തത്വചിന്തകനാണ്. ഇങ്ങനെ എല്ലാവരും തത്വചിന്തകരായപ്പോൾ അവർക്ക് ഈക്വലായിട്ട് ബ്രാഹ്മണസത്തിൽ ഒരു ഒറ്റ വ്യക്തി പോലും ഇല്ല എന്നുള്ള കാര്യം അവരിപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ഒരു ഹോളി ബുക്കുണ്ടോ? അതുമില്ല. അപ്പോൾ തത്വചിന്തകൾ പറയാൻ പറ്റിയൊരു നേതാവില്ലെന്നും, മറുവശത്താണ് ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, നല്ല അവരുടെ ഹോളി ബുക്കുണ്ട്, ബൈബിളുണ്ട്, പ്രൊഫറ്റ് മുഹമ്മദ് ഉണ്ട്, ഹോളി ബുക്കുണ്ട്, ഖുർആനുണ്ട്, ലോർഡ് ബുദ്ധയുണ്ട്, അവരുടെ ഹോളി ബുക്കുണ്ട്, ധമ്മപദയുണ്ട്, മഹാവീർ ജൈനുണ്ട്, അവരുടെ ഹോളി ബുക്ക് ആഗമ സൂത്രാസുണ്ട്, ഗുരു നാനാക്കുണ്ട്, അവരുടെ ഹോളി ബുക്സ് ഉണ്ട്, ഗ്രന്ഥ സാഹിബുണ്ട്, തേരീഗാഥ, ത്രിപീഠി, ഇങ്ങനെ പലതരത്തിലുള്ള ഇങ്ങനെ ഹോളി ബുക്സ് മറ്റും എല്ലാ മതത്തിനും ഉണ്ട്. അങ്ങനെ ദ്രാവിഡ ദേശത്തിലും അവിടെയുണ്ട്, തിരുക്കുറളുണ്ട്, എണ്ണിയാൽ തീരാത്ത സംഘകാല കൃതികളുണ്ട്. അതുപോലെ ഇതര മതങ്ങളുടെ പണ്ഡിതരും തത്വചിന്തകരും വാഗ്മികളുമായ നേതാക്കന്മാരുടെയൊക്കെ മുന്നിൽ ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരൊറ്റ നേതാവ് ഇല്ലായിരുന്നു. ആകെയുള്ളത് വിഷ്ണുവാണ്. വിഷ്ണുവിനെ ഇത്തരത്തിലൊന്നും ഉയർത്തി കാണിക്കാൻ പറ്റില്ല. കാരണം വിഷ്ണു ഒന്നും അരുൾ ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കൊല്ലുക, അടിച്ചൊതുക്കുക, ഭീതി വിതയ്ക്കുക, ഏത് ചതിയിലൂടെ ശത്രു നിഗ്രഹം നടത്തുക, ബ്രാഹ്മണിസത്തെ മാത്രം പരീക്ഷിക്കുക, മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുക, ഇതൊക്കെയായിരുന്നു വിഷ്ണുവിൻ്റെ രീതി. അപ്പം ഈ മേൽ പറഞ്ഞ ഇതുപോലത്തെ നേതാക്കന്മാരുടെ അല്ലെ തത്വചിന്തകരുടെ മുമ്പിൽ നിർത്താൻ
കീഴ്പ്പെടുത്താൻ പറ്റിയ ഒരൊറ്റ നേതാവ് പോലും അന്ന് ബ്രാഹ്മണസത്തിന് ഇല്ലായിരുന്നു. അതൊരു വലിയൊരു കുറവായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അങ്ങനെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഇത്രയൊരു നേതാവിനെ, ഒരു വാഗ്മിയായിട്ടുള്ളൊരു നേതാവിനെ ഇവർക്ക് വേണമായിരുന്നു. അങ്ങനെ അവർ ആലോചിച്ച് കണ്ടുപിടിച്ച ഒരു കഥാപാത്രമായിരുന്നു ഈ കൃഷ്ണൻ. കൃഷ്ണനെ ഏറ്റെടുക്കുക ഒരൊറ്റ നിവൃത്തി ഉണ്ടാകുള്ളൂ, വേറെ ആരും അവർ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല. അപ്പം കൃഷ്ണനെ കൊണ്ട് തത്വങ്ങൾ പറയിപ്പിച്ച് വിഷ്ണുവിനെ ഔന്നത്യത്തിൽ എത്തിക്കുക, അതായിരുന്നു അവരുടെ പരിപാടി. അപ്പോൾ കൃഷ്ണനെ വിഷ്ണുവിൻ്റെ അവതാരമാക്കി കഴിയുമ്പോഴും കൃഷ്ണനിലൂടെ വിഷ്ണുവിനെ ഔന്നത്യത്തിൽ എത്തിക്കാൻ പറ്റുമെന്നിവർ വിശ്വസിച്ചു. അങ്ങനെ കൃഷ്ണ അവതാരത്തിലൂടെ വിഷ്ണുവിനെ മഹാത്മാവാക്കിയത് വഴിയാണ് കൃഷ്ണൻ കൂടുതൽ ആരാധ്യനും ബഹുമാനീയനും ആശ്രിതവത്സനും ഒക്കെ ആയത്. മറ്റുള്ള ഏതൊരു അവതാരത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൃഷ്ണനുണ്ട്. കാരണം ഇതാണ്, കൃഷ്ണാവതാരത്തിലുള്ള വിഷ്ണുവിനെ മഹാനാക്കി. മറ്റുള്ള അവതാരങ്ങൾക്കൊന്നും വിഷ്ണുവിനെ ഇത്ര മഹാനാക്കാൻ പറ്റില്ല, അത് കൃഷ്ണനിലൂടെ ആക്കിയത്. കാരണം എന്താണ്, കൃഷ്ണൻ ഒരു തത്വചിന്ത പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് ഭഗവത്ഗീത പോലുള്ള തത്വചിന്ത പറഞ്ഞ് അതിലൂടെ വിഷ്ണുവിനെ ഔന്നത്യത്തിൽ എത്തിക്കാൻ അത് കൃഷ്ണന് മാത്രമേ സാധിച്ചുള്ളൂ. അതുകൊണ്ടാണ് കൃഷ്ണൻ ക്ഷേത്രങ്ങൾ ഇത്ര ഉണ്ടായതും കൃഷ്ണനെ ഇത്രയധികം ഇവർ ആരാധിക്കുന്നതിൻ്റെ പിറകിലെ രഹസ്യം ഇത് തന്നെയാണ്. അങ്ങനെ മറ്റുള്ള ഒരു അവതാരങ്ങൾക്കും അവകാശപ്പെടാനാവാത്ത പ്രാധാന്യം കൃഷ്ണന് ലഭിച്ചത് ഇങ്ങനെയാണ്. എന്നാൽ അധികാര രാഷ്ട്രീയത്തിനപ്പുറം സ്വന്തമായി തത്വങ്ങളോ ചിന്തകളോ ഇല്ലാതിരുന്ന ബ്രാഹ്മണ്യം അവർ നിഷ്കാസിതരാക്കിയ ബുദ്ധമതത്തിൻ്റെ ടെസ്റ്റുകളായിരുന്നു ധമ്മപദ തേരീഗാഥയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഇവരുടെ കയ്യിൽ തത്വങ്ങളൊന്നും ഇല്ലായിരുന്നു. ബ്രാഹ്മണൻ്റേതായിട്ടുള്ള യാതൊരു തത്വങ്ങളും അന്ന് നിലവിലില്ലായിരുന്നു, അല്ലെങ്കിൽ അവരൊരു പുസ്തകങ്ങളും എഴുതിയിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ ബുദ്ധ സാഹിത്യമായ ധമ്മപദ, അത് ആസിറ്റീസ് കോപ്പി അടിച്ചാണ് ഈ ഭഗവത്ഗീത എഴുതിയിരിക്കുന്നത്. ഭഗവത്ഗീത ധമ്മപദ വായിച്ചാൽ പിന്നെ ഭഗവത്ഗീത വായിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ധമ്മഗീത ആസിറ്റീസ് എടുത്താണ് തേരീഗാഥയും ധമ്മപദയും കൂട്ടിക്കലർത്തി എഴുതിയാണ് ഈ ഭഗവത്ഗീത എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു ഗീതോപദേശമാണ്. എന്നാൽ മഹാഭാരത കഥയിലെ ക്ലൈമാക്സ് രംഗത്ത് യുദ്ധമുഖത്ത് യാതൊരു സാന്ദർഭിക ചേർച്ചയുമില്ലാതെ എഴുതി ചേർക്കാനുണ്ടായത്. കൃഷ്ണൻ അർജുനോട് ഉപദേശം നൽകുന്നിടത്തായിട്ടാണ് അത് എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത്. മഹാഭാരത വായനക്കാർക്ക് ഇത് മനസ്സിലാകുന്നത് ധൃതരാഷ്ട്രയുടെ സഹായിയായ സഞ്ജയനിലൂടെയാണ്. അപ്പോൾ ഏതാണ്ട് 178 കിലോമീറ്റർ ദൂരെ ഇരുന്നാണ് ഈ ധൃതരാഷ്ട്രർ അദ്ദേഹം കൊട്ടാരത്തിലിരിക്കുന്നു. 178 കിലോമീറ്റർ ദൂരെ ആണ് ഇത് ഹസ്തിനപുരത്തിന് കുരുക്ഷേത്രമുള്ളത്. ആ കുരുക്ഷേത്രത്തിൽ നടക്കുന്ന യുദ്ധം എങ്ങനെയാണ് ഇത് ധൃതരാഷ്ട്രർ കാണുന്നതെന്ന് വെച്ചാൽ, ഈ സഞ്ജയനെ ഇതെല്ലാം കാണാനുള്ള അദ്ദേഹത്തിൻ്റെ മിഴിയിൽ ഇതെല്ലാം കാണാനുള്ള ഒരു അനുഗ്രഹം കൊടുത്തു. ആര് കൊടുത്തു? വ്യാസം കൊടുത്തു എന്നാണ് പറയുന്നത്. 178 കിലോമീറ്റർ അകലെ നടക്കുന്ന യുദ്ധം കാണാൻ, കൺമുന്നിൽ കാണാൻ, ടി വിയിൽ കാണുന്ന പോലെ കാണാനുള്ള ഒരു കഴിവ് വ്യാസം അദ്ദേഹത്തിന് അനുഗ്രഹമായിട്ട് കൊടുത്തു സഞ്ജയന്. അങ്ങനെയാണ് സഞ്ജയൻ ആ യുദ്ധം ആസിറ്റീസ് അങ്ങനെ നടക്കുന്ന അതേ സമയത്ത് തന്നെ ഇതെല്ലാം ഇദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കുകയാണ്. ആരെ? ധൃതരാഷ്ട്രയെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ്. അങ്ങനെയാണ് ഇത് രചിച്ച് വെച്ചിരിക്കുന്നത്, ഇങ്ങനെയാണത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഹസ്തിനപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഈ കുരുക്ഷേത്ര എന്ന് പറഞ്ഞ സ്ഥലം അന്ന് ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ മഹാഭാരതത്തിൽ പറഞ്ഞ കുരുക്ഷേത്രം അന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, എന്നാൽ അങ്ങനെ സ്ഥലം ഉണ്ടായിരുന്നില്ല. താനേശ്വരം എന്ന് പറഞ്ഞ സ്ഥലം 1973 കുരുക്ഷേത്രമൊക്കെ മാറ്റുകയാണ് ചെയ്തത്. കാരണം മഹാഭാരത കഥയൊക്കെ ചരിത്ര സത്യം ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദാനേശ്വർ എന്ന് പറഞ്ഞൊരു സ്ഥലം, വലിയ മൈതാനമുള്ളൊരു സ്ഥലം, ഇത് ഈ ഡൽഹിക്കടുത്ത് ഉള്ളൊരു സ്ഥലമാണ്, ബോർഡറിലുള്ള സ്ഥലമാണ് ഹരിയാനയുടെ. അവിടെ ഭയങ്കര മൈതാനം. അപ്പം മൈതാനം കണ്ട് ഇവർക്ക് തോന്നി ഇവിടെ കുരുക്ഷേത്ര യുദ്ധം നടന്നതായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാം എന്ന് തോന്നി. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ദാനേശ്വർ എന്നാണ്. അതിനെന്ത് ചെയ്തു, അത് ഈ പറയുന്നതൊക്കെ സത്യമാകണ്ടേ, സത്യമാക്കാൻ വേണ്ടി 1973 ഈ ദാനേശ്വർ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കുരുക്ഷേത്രയൊക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഈ മഹാഭാരതത്തിലെ കഥയൊക്കെ സത്യമാണെന്ന് പബ്ലിക്കിനോട് അല്ലെ ജനങ്ങളോട് വിളിച്ച് പറയാൻ, ജനങ്ങളെ ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ജ്ഞാനേശ്വർ എന്ന് പറഞ്ഞ സ്ഥലം കുരുക്ഷേത്രയാക്കി മാറ്റിയിട്ട് അപ്പം ആൾക്കാർക്ക് പറഞ്ഞ കുരുക്ഷേത്രം എന്ന സ്ഥലം ഇതാണ്, അപ്പോൾ ഇവിടെ യുദ്ധമൊക്കെ നടന്നിട്ടുണ്ടാകുമെന്ന് ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ടാക്കി. അപ്പം ഈ കാലഘട്ടത്തിലെ 16-17 നൂറ്റാണ്ടിൽ ഒരു വലിയ പ്രശ്നമായിരുന്നു. എന്തായിരുന്നു? സ്കാവഞ്ചിങ്, തോട്ടിപ്പണി ചെയ്യുന്ന അതിശൂദ്രന്മാരുടെ സമരങ്ങൾ. അത് ഇതാണ് ഈ ഭഗവത്ഗീത എഴുതുന്ന ആ സമയത്ത് തന്നെയൊക്കെയാണ് ഈ അതിശൂദ്രന്മാർ സമരങ്ങൾ ചെയ്യുന്നു. ഇത് തേലി, ഭംഗി, വാൽമീകി തുടങ്ങിയ ഈ വർഗത്തിൽപ്പെട്ട ആൾക്കാർ ഇവരെല്ലാം അന്ന് തോട്ടിപ്പണിയായിരുന്നു അവരുടെ പ്രധാനം. അതായത് പണ്ടത്തെ ചണ്ടാലന്മാരെയൊക്കെ ഇവർ തോട്ടിപ്പണിക്ക് നിയോഗിച്ച കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെല്ലാം ഉപജാതികളാണ് ഇതെല്ലാം. ഈ തേലി, വാൽമീകി, ഭംഗി എന്നൊക്കെ പറയുന്നത്. അപ്പം അവരുടെ പണികൾ ഇതാണ്: ബ്രാഹ്മണ കോളങ്ങളിൽ നിന്ന്, അവരുടെ കക്കൂസിൽ നിന്ന് മലം വാരിയെടുത്ത് നഗരത്തിന് വെളിയെ കൊണ്ട് നിക്ഷേപിക്കുക, അവിടെ കൊണ്ട് കളയുന്ന പണിയായിരുന്നു ഇവർ. അപ്പോൾ അവർ
പലപ്പോഴും ചരിത്രത്തിൽ പല ഭാഗത്തും അവർ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് ഈ പണി വേണ്ട ഇത്. അപ്പം അന്നത്തെ കാലത്തൊക്കെ അവരെ തല്ലി ഒതുക്കും, അവർ താമസിക്കുന്ന കുടിലുകൾക്ക് തീയിടും, അവരെയൊക്കെ ഉപദ്രവിക്കും. അങ്ങനെയെല്ലാം ചെയ്ത് ഇവരെ വീണ്ടും അവരെ ഈ ജോലിയിൽ എത്തിക്കും. പക്ഷേ എന്നാലും പല പ്രാവശ്യവും ഇങ്ങനെ സമരം നടത്തും. അപ്പോൾ വീണ്ടും ഇങ്ങനെ സമരം നടത്തുമ്പോഴേക്കും അത് ഇവർക്ക് വലിയ പ്രശ്നമായി. അപ്പോൾ ഇവരെ ആശയപരമായി അവരെ എങ്ങനെ ആ പണിയിലേക്ക് വീണ്ടും തിരിച്ച് കൊണ്ടുവരാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഇവർ ആലോചിച്ചു. അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്താനാണ് ഈ തത്വചിന്തയുടെ രൂപത്തിൽ പല സൂത്രങ്ങൾ ഇവർ ഈ ഭഗവത്ഗീതയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ചില സൂത്രങ്ങൾ ഇങ്ങനെയാണ് നൽകുന്നുണ്ട്. അതായത് A person must carry out the duties assigned to him by his caste and rank under all circumstances without any desire for reward. അതായത് നിങ്ങൾക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന ആ പണി നിങ്ങൾ ചെയ്യണം. യാതൊരു പരീക്ഷയും കൂടാതെ നിങ്ങൾ ആ പണി ചെയ്യും. അങ്ങനെ പണി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നാളെ ഒരു മോശം ഉണ്ടാകുക, ജീവിതത്തിൽ ഒരു മോശം നിങ്ങൾക്ക് ഉണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്ന് പറയും. അതിൻ്റെ കാരണം അതിന് പറയുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് ഞങ്ങൾ ശമ്പളം തരും നിങ്ങൾ ചെയ്ത ജോലിക്ക്, പക്ഷേ നിങ്ങൾ ആ ശമ്പളത്തെക്കുറിച്ചോ അത് ശമ്പളം കുറവാണെന്നോ കൂടുതലാണെന്നോ ഒന്നും ആലോചിക്കാതെ നിങ്ങൾ ചെയ്യുന്ന ഈ തോട്ടിപ്പണി നിങ്ങൾ ചെയ്യാതിരിക്കരുത്. എങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്തായിരുന്നു ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം 2 ദിവസം തോട്ടിപ്പണിക്കാരും വന്നില്ലെങ്കിൽ ഈ അവർ താമസിക്കുന്ന വീടുകളൊക്കെ ഈ മലത്തിൻ്റെ ദുർഗന്ധം വമിക്കുകയും അങ്ങനെ ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റാതെ ആവുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ പണി ചെയ്തേ പറ്റൂ. നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്ന കാര്യം അത് മറ്റുള്ള ജോലിയെ അപേക്ഷിച്ച് കുറവായിരിക്കും കിട്ടുന്നത്, എങ്കിൽ പോലും നിങ്ങൾ ചെയ്യണം. അതായത് നിങ്ങളുടെ കർമ്മം, നിങ്ങൾക്ക് നിഷ്കർഷിച്ചിരിക്കുന്ന കർമ്മം ഇതാണ്, ആ കർമ്മം നിങ്ങൾ ചെയ്യണം, അതാണ് നിങ്ങളുടെ ധർമ്മം എന്ന് അവരെ വീണ്ടും ഒരു തത്വചിന്ത എന്ന രീതിയിൽ അവരെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു. അതാണ് ഇതിലെ ഒരു സൂക്തം. അടുത്ത വേറൊരു സൂക്തം, ഡു കർമ്മ ദാറ്റ് ഈസ് യുവർ ധർമ്മ. കർമ്മം ചെയ്യണം, അത് തന്നെയാണ് നിങ്ങളുടെ ധർമ്മം. ടു പ്രിസേർവ് ദ ധർമ്മ വെദർ ഇറ്റ് ഈസ് വയലൻ്റ് ഓർ നോൺ വയലൻ്റ്. നിങ്ങൾ ചെയ്യുന്ന കർമ്മം അത് എന്തു തന്നെ ആയാലും, വയലൻ്റ് ആയാലും നോൺ വയലൻ്റ് ആയാലും അത് തന്നെ നിങ്ങൾ അനുവർത്തിക്കണം. അങ്ങനെ ചെയ്യുന്നതാണ് ധർമ്മം രക്ഷിക്കാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് നിങ്ങളുടെ ധർമ്മം. അപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് ആരാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് അതൊന്നും ചോദ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജാതി അനുസരിച്ച് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ആ കർമ്മം തന്നെ നിങ്ങൾ ചെയ്യണം. അത് ചെയ്താലേ നിങ്ങൾക്ക് മോശം കിട്ടുള്ളൂ. അപ്പം മോക്ഷത്തെക്കുറിച്ചുള്ള ഒക്കെ നേരത്തെ തന്നെ അബദ്ധധാരണകൾ ഇവരുടെ തലയ്ക്കകത്ത് അടിച്ചു കയറ്റിയിട്ടുണ്ട്. അപ്പം മോക്ഷത്തിന് വേണ്ടിയാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തേ പറ്റുമെന്ന് പറയും. പിന്നെയും പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഫാർ ബെറ്റർ ടു ഡിസ്ചാർജ് വൺസ് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടീസ് ഈവൻ ദോ ഫോൾട്ടി ദാൻ അതേഴ്സ് ഡ്യൂട്ടി പെർഫെക്റ്റ്ലി. മറ്റുള്ള ജാതിക്കാരുടെ ഏതെങ്കിലും ജോലി നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുമെങ്കിലും അത് ചെയ്യരുത്. പിന്നെയോ നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ജാതിയിൽ പറഞ്ഞ ഡ്യൂട്ടി അത് നിങ്ങൾ അത്ര നന്നായിട്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ ഡ്യൂട്ടി തന്നെ ചെയ്യണം. അതായത് നിങ്ങൾക്ക് മല എടുത്തുകൊണ്ട് പോകുന്ന ഡ്യൂട്ടി നിങ്ങൾ അത്ര നന്നായിട്ട് അറിയാം, നിങ്ങൾ മല എടുക്കുന്ന നാളെയും പറഞ്ഞു മറ്റന്നാളും പറഞ്ഞു അത് എടുത്തുകൊണ്ട് പോകുന്ന ഡ്യൂട്ടി തന്നെ നിങ്ങൾ ചെയ്യണം. അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുന്ന, അതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള ജോലി നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെങ്കിലും അത് ചെയ്യരുത്. ഈ പണി തന്നെ നിങ്ങൾ ചെയ്യണം. വീണ്ടും പറയുന്നുണ്ട്, ഡെത്ത് വൈൽ പെർഫോമിംഗ് വൺസ് ഓൺ ഡ്യൂട്ടി ഈസ് ബെറ്റർ ദാൻ ഡൂയിങ് അതർ കാസ്റ്റ് ഡ്യൂട്ടി. ടു ഫോളോ അതേഴ്സ് പാത്ത് ഈസ് ഡേഞ്ചറസ്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും നാറ്റം വരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പം വരുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം പിടിക്കുന്ന ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ പോലും ആ ജോലി തന്നെ ചെയ്യണം. കാരണം മറ്റുള്ളവരുടെ ഏതെങ്കിലും ജോലി നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ആ ജോലി സ്വീകരിക്കരുത്. അത് ഡേഞ്ചറസ് ആണ്. അതെങ്ങനെ ഡേഞ്ചറസ് ആണ്? കാരണം നിങ്ങളെ ഞങ്ങൾ തല്ലും, അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടിലുകൾക്ക് ഞങ്ങൾ തീയിടും. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്തരം ഈ ദുഷ്ടലാക്കോടുകൂടിയുള്ള ഈ ഭീഷണികളൊക്കെ അത് തത്വചിന്താപരമായിട്ട് ഇവരിൽ അടിച്ചേൽപ്പിക്കുന്നത്. ഇതാണ് ഭഗവത്ഗീതയിലെ സൂക്തങ്ങളൊക്കെ, ഇതാണ് ഭഗവത്ഗീതയുടെ ഉപദേശങ്ങളൊക്കെ. ഇതൊക്കെ ഉപദേശങ്ങളല്ല, ഇതൊക്കെ ശരിക്കും ഭീഷണിപ്പെടുത്തലാണ്. അത് തത്വചിന്തയിൽ പൊതിഞ്ഞ് പഞ്ചസാരയിൽ പൊതിഞ്ഞിങ്ങനെ കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ഒരു വലിയ തത്വചിന്തയായിട്ട് ഇവർ തേരീഗാഥയിലും അല്ലെങ്കിൽ ധമ്മപദയിലും ഇങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്ന സൂക്തങ്ങൾക്ക് കൂടാതെ ഇവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ തോട്ടിപ്പണി ചെയ്തിരുന്ന ഇവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം അഡീഷണൽ സൂക്തങ്ങൾ പോലും ഈ ഭഗവത്ഗീതയിൽ ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സൂക്തങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും യുദ്ധമുഖത്ത് യുദ്ധം ചെയ്യുന്ന ഒരുത്തൻ എല്ലാം മറന്ന് യുദ്ധം ചെയ്യണം, നിൻ്റെ കർമ്മ യുദ്ധം ചെയ്യുകയാണ് എന്ന് പറയാം. അതൊന്നുമല്ല. ഇതാണ് ഇവരെ തോട്ടിപ്പണി ചെയ്ത ഒരു കൂട്ടം ആൾക്കാരെ ആ തോട്ടിപ്പണിയെ പിടിച്ചു നിർത്താൻ വേണ്ടി അന്ന് പടച്ചു വെച്ച കുറച്ച് ഉപദേശങ്ങളാണിത്. അല്ല ഇതൊന്നും ഇത് ഉത്തമോ അല്ല ആശയങ്ങളോ അല്ലെങ്കിൽ ഇതിനകത്ത് ഉത്കൃഷ്ടമായ എന്തെങ്കിലും ആശയങ്ങളൊന്നുമില്ല. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. ഇന്നും വിദ്യാർത്ഥികളോടും പറയുന്നുണ്ട്, നിങ്ങൾ യാതൊരു ഫലേച്ഛയില്ലാതെ നിങ്ങൾ ചെയ്യുന്ന കർമ്മം നിങ്ങൾ തന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പഠിക്കണം, അല്ലെങ്കിൽ ഓരോ കർമ്മം നിങ്ങളോട് പറയുന്ന ആ കർമ്മം നിങ്ങൾ ചെയ്യണം, അതിൻ്റെ ഫലം ഒന്നും ഉദ്ദേശിക്കണം. എന്നാൽ ഇവിടെ ഫലം ഉണ്ടായിരുന്നു. ഇവർ അർജുനൻ യുദ്ധം ചെയ്യുന്നതുകൊണ്ട് അർജുനന് പ്രത്യേകിച്ച് നഷ്ടം മാത്രമേ ഉള്ളൂ. അർജുനന് പ്രത്യേക ഗുണമൊന്നും ഉണ്ടായില്ലെങ്കിലും കൃഷ്ണൻ ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നുണ്ട്. കാരണം കൃഷ്ണൻ്റെ ദൗത്യം തന്നെ
ഈ ക്ഷത്രിയ വംശനാശം തന്നെ, ക്ഷത്രിയ കുലം തന്നെ നശിപ്പിക്കുക എന്നതാണ് കൃഷ്ണൻ നേട്ടം. അവൻ കൃഷ്ണന് നേട്ടം ഉണ്ടാകുന്നില്ല. ഇത് പറയുന്നവന്, അതായത് ചെയ്യിക്കുന്നവന്, ഉപദേശം തരുന്നവന് ഗുണം ഉണ്ടാകുന്നുണ്ട്, ചെയ്യുന്നവന് ഗുണം ഉണ്ടാകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ ഇതൊരു കോൺട്രാഡിക്ടറിയാണ്. ചെയ്യുന്നവന് ഗുണം ഉണ്ടാകുന്നില്ല, എന്നാൽ ചെയ്യിക്കുന്നവന് ഗുണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ ചെയ്യുന്നവൻ ചെയ്യുന്നവനെ പൊട്ടനാക്കുകയാണ് ഈ ഉപദേശങ്ങളോട് ചെയ്യുന്നത്. ചെയ്യിക്കുന്നവന് ഗുണം ഉണ്ടാകുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയ്ക്ക് ബന്ധം കുരുക്ഷേത്ര യുദ്ധവുമായിട്ടല്ല, പിന്നെയോ ഇന്ത്യയിലെ തോട്ടിപ്പണിക്കാരുടെ സമരങ്ങളുമായിട്ടാണ് ബന്ധം. സത്യത്തിൽ ഇതാണ്, തോട്ടിപ്പണിക്കാരുടെ സമരങ്ങളുമായിട്ടാണ് ഭഗവത്ഗീതയ്ക്ക് ബന്ധം. അല്ലാതെ യുദ്ധഭൂമിയിലെ കുരുക്ഷേത്ര യുദ്ധമായിട്ട് യാതൊരു ബന്ധവുമില്ല. തോട്ടുപണി ഉപേക്ഷിച്ച് മറ്റ് തൊഴിലുകൾ തേടാൻ പരിപാടിയിടുന്ന സമുദായങ്ങളെയും ജാതി അനുസരിച്ച് തൊഴിൽ നിർദ്ദേശിക്കുന്ന ചാതുർവർണ്ണത്തിൻ്റെ ജാതി വ്യവസ്ഥയുടെ അതിരുകൾ ലംഘിക്കുന്നവരെയും ടാർഗറ്റ് ചെയ്താണ് ഇത്തരം ഭീഷണികളെ ഗീതോപദേശം എന്ന ഓമനപ്പിലെ ഭഗവത്ഗീതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ സാമുദായിക രാഷ്ട്രീയമായ എതിർപ്പുകളെ നേരിടാനാണ് വംശവെറിയുടെയും ഭീഷണിയുടെയും ധ്വനികളെ മതപരമായ ഉപദേശം എന്ന രീതിയിൽ വളരെ ശക്തമായ രീതിയിൽ ഗീതയിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടിയാണ് കൃഷ്ണനെ വിഷ്ണുവിൻ്റെ 9ാമത്തെ അവതാരമാക്കി മാറ്റിയതും അതുവഴി വിഷ്ണുവിനെ ഒരു മഹത് വ്യക്തിയാക്കി മാറ്റിയെടുത്തതും. ഇനി ഒരു അവതാരം കൂടി ബാക്കിയുണ്ട്. ആ അവതാരമായിട്ട് ഉടനെ വരും. അതുവരെ എല്ലാവർക്കും നമസ്കാരം.